മക്കളെ, പിന്നെ മക്കൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ വന്ന കാര്യം അല്ലെ. അപ്പൊ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ടൈം ടേബിൾ കാണാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മുടെ അറ്റാച്ച്ഡ് സ്കൂൾസിന്റെ കേസിലും ഇൻഡിപെൻഡന്റ് സ്കൂൾസിന്റെ കേസിലും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡന്റ് സ്കൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ LP UP സെപ്പറേറ്റഡ് ആയിരിക്കും. ഇനി അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഹൈസ്കൂളും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ അറ്റാച്ച്ഡ് സ്കൂൾസിന്റെ ടൈം ടേബിൾ നോക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ് 1 to 4 ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ 12-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതായത് മാർച്ച് 12-നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 26-ാം തീയതി വരെ ആയിരിക്കും നമ്മുടെ എക്സാം ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ 1-ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 12-ാം തീയതി വരുന്നത് ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത്. രാവിലെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കാം. ഇനി 17-ാം തീയതി നോക്കുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ 1 ആണ്. 19-ാം തീയതി ഇന്റഗ്രേഷൻ 2 ആണ് വരുന്നത്. 24-ാം തീയതി മാത്സ് ആണ് വരുന്നത്. 26 നമ്മുടെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് അറബിക് ആണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഏത് ലാംഗ്വേജ് ആണോ അത് അറബിക് ആണെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ സംസ്കൃതം ആണെങ്കിൽ ആ ഒരു എക്സാം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മുടെ 1-ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനി 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് എക്സാം 12-ാം തീയതി വരുന്നത് നമ്മുടെ മാത്സ് എക്സാം ആണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് 17-ാം തീയതി അറബിക് അല്ലെങ്കിൽ സാൻസ്ക്രിത്തിന്റെ എക്സാം ആണ് ഉണ്ടാവുന്നത്. 19-ാം തീയതി ഇന്റഗ്രേഷൻ 1, 24-ാം തീയതി ഇന്റഗ്രേഷൻ 2 ആണ്. 26-ാം തീയതി ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 2-ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനി 3-ാം ക്ലാസ്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 12-ാം തീയതി ഇംഗ്ലീഷ് ആണ്, രാവിലെ എക്സാം വരും. പിന്നെ അത് കഴിഞ്ഞ് 17-ാം തീയതി നമ്മുടെ EVS എക്സാം വരുന്നത്, പരിസര പഠനം. ഇനി 19-ാം തീയതി ആണെങ്കിൽ അറബിക് അല്ലെങ്കിൽ സംസ്കൃതം വരും. 24-ാം തീയതി മാത്സ് എക്സാമും 26 ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് മലയാളമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ 4-ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എക്സാം വരുന്നത് മാർച്ച് 12-ന് മലയാളമാണ് വരുന്നത്. 17-ാം തീയതി ഇംഗ്ലീഷ് എക്സാം വരും. 19-ാം തീയതി മാത്സ് വരുന്നു. ദെൻ 24-ാം തീയതി 19-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നത് അറബിക് അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ എക്സാം ആണ്. ദെൻ ലാസ്റ്റ് എക്സാം വരുന്നത് നമ്മുടെ EVS ആണ്, പരിസര പഠനമാണ്. അപ്പൊ ഇതാണ് അറ്റാച്ച്ഡ് സ്കൂൾസിന്റെ കേസിലുള്ള ടൈം ടേബിൾ. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അവരാണ് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അറ്റാച്ച്ഡ് സ്കൂൾസിന്റെ കേസിൽ ഈ ഒരു ടൈം ടേബിൾ ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ മാർച്ച് 12-ന് തുടങ്ങി 26 വരെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇൻഡിപെൻഡന്റ് സ്കൂൾസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങളുണ്ട്. 24-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാർച്ച് 24-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ 30-ാം തീയതി വരെ നമ്മുടെ എക്സാം ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഗ്യാപ്പും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ 24, 25, 26, 27 അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 28, 29 ഇല്ല, 30-ാം തീയതിയാണ് ലാസ്റ്റ് എക്സാം വരുന്നത്. അപ്പൊ നമ്മുടെ ആദ്യം 1-ാം ക്ലാസ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 24-ാം തീയതി ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ദെൻ 25-ാം തീയതി ഇന്റഗ്രേഷൻ 1, 26-ന് ഇന്റഗ്രേഷൻ അതായത് ഉദ്ഗ്രഥിതം 2-ന്റെ എക്സാം വരും. 27-ാം തീയതി മാത്സ് ആണ്. 30-ാം തീയതി അറബിക് അല്ലെങ്കിൽ സാൻസ്ക്രിത്തിന്റെ എക്സാം ആണ് ഉണ്ടായിരിക്കുക. ഇതാണ് 1-ാം ക്ലാസ്സിന്റെ കേസിൽ. ഇനി 2-ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ കേസ് ആണെങ്കിൽ 24-ാം തീയതി അറബിക് അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ എക്സാം ഉണ്ടായിരിക്കും. 25-ാം തീയതി മാത്സിന്റെ എക്സാം ആണ്. 26-ല് ഇന്റഗ്രേഷൻ 1 അല്ലെങ്കിൽ ഉദ്ഗ്രഥിതം 1-ന്റെ എക്സാം ആണ്. 27-ാം തീയതി ഇന്റഗ്രേഷൻ 2, 30-ാം തീയതി ഇംഗ്ലീഷ്. ഇനി 3-ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ നോക്കിയാൽ 24-ാം തീയതി വരുന്നത് ഇംഗ്ലീഷ് എക്സാം ആണ്. 25-ാം തീയതി EVS അല്ലെങ്കിൽ പരിസര പഠനം. 26-ാം തീയതി അറബിക് അല്ലെങ്കിൽ സംസ്കൃതമാണ്. 27-ാം തീയതി മാത്സും. ലാസ്റ്റ് എക്സാം 30-ാം തീയതി വരുന്നത് മലയാളം എക്സാം വരും. ഇനി നമ്മുടെ 4-ാം ക്ലാസ്സിലാണെങ്കിൽ ആദ്യത്തെ എക്സാം മലയാളം, അത് കഴിഞ്ഞ് 25-ാം തീയതി ഇംഗ്ലീഷ്, ദെൻ മാത്സ് വരുന്നു. അത് കഴിഞ്ഞ് അറബിക് അല്ലെങ്കിൽ സംസ്കൃതം. ലാസ്റ്റ് എക്സാം 30-ാം തീയതി വരുന്ന എക്സാം EVS ആണ് വരുന്നത്. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് സ്കൂൾസിന്റെ കേസിലാണ് ഈ ഒരു ടൈം ടേബിൾ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇൻഡിപെൻഡന്റ് സ്കൂൾസിന്റെ കേസ് ആണെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി അറ്റാച്ച്ഡ് സ്കൂൾസിന്റെ കേസിലാണെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ മാർച്ച് ലാസ്റ്റ് വരെ എന്റെ കുട്ടികൾക്ക് എക്സാം ഉണ്ട്. ഇതിൽ ഇൻഡിപെൻഡന്റ് സ്കൂൾസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് എക്സാം വരുന്നത്. പക്ഷെ അറ്റാച്ച്ഡ് സ്കൂൾസിലാണെങ്കിൽ നമുക്ക് കുറെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് സ്കൂൾസിലുള്ള മക്കൾ 24-ാം തീയതി ആയാലേ ഞാൻ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാതെ നമ്മുടെ അറ്റാച്ച്ഡ് സ്കൂൾസിന്റെ വരുന്ന ലൈവ് ഒക്കെ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് കേസിൽ നിങ്ങൾക്ക് അതൊരു റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആരും മറക്കണ്ട, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ള മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ.
സോ നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ്. അതായത് ഈ ഒരു കൊല്ലം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാനുള്ള നമ്മുടെ ഫൈനൽ എക്സാം ആണ്. അപ്പൊ എന്തായാലും എന്റെ കുട്ടികൾക്ക് ആഗ്രഹിച്ച പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിച്ച അടിപൊളിയായിട്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.